പി ജയരാജൻ എന്തിന് അമ്പലത്തിൽ പോയി? CPM നേതാവ് പി ജയരാജൻ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തിയതിന് പിന്നാലെ ഉണ്ടായ വിവാദത്തിൽ പ്രതികരണവുമായി BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ക്ഷേത്ര ദർശനം നിഷിദ്ധമാണെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ ഒളിച്ചും പാത്തും മിത്തുകളെ കാണാൻ പോകുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു. ക്ഷേത്രം വലവെച്ച ജീവനക്കാരെ കൊണ്ട് ആരും അറിയാതെ വഴിപാട് ചെയ്യിപ്പിച്ചത് എന്തിനാണ്? കഴിഞ്ഞ ദിവസം തലയിൽ മുണ്ടിട്ട് സാക്ഷാൽ പിണറായിയുടെ മകൻ ഗുരുവായൂരിൽ ദർശനം നടത്തിയത് എല്ലാവർക്കും അറിയാമെന്നും ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5:40 ജയരാജൻ ക്ഷേത്ര സന്ദർശനം നടത്തിയത്. സന്ദർശനം വിവാദമായതോടെ വിശദീകരണവുമായി ജയരാജൻ രംഗത്തെത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയ സന്ദർശനം നിഷിദ്ധമാണ് എന്നത് തെറ്റിദ്ധാരണയാണെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. കൊടുങ്ങല്ലൂർ കാവിൽ പോയതുകൊണ്ട് ഭക്തനായി മാറിയെന്നോ ആരാധനാലയങ്ങളെ മാറ്റി നിർത്തിയാലേ ഈ നാടിന്റെ സാമൂഹിക ചരിത്രം പഠിക്കാൻ കഴിയുമെന്നോ ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവരോട് സഹതാപമേ ഉള്ളൂവെന്നും ജയരാജൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകൾക്ക് ക്ഷേത്ര ദർശനം നിഷിദ്ധമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒളിച്ചും പാത്തും മിത്തുകളെ കാണാൻ പോകുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശ സിനിമയിൽ കുമാരപിള്ളയോട് സഖാവ് ശ്രീനിവാസൻ ചോദിച്ചതാണ് ഇപ്പോൾ ജയരാജനും പിണറായി അടക്കമുള്ള മുന്തിയ സഖാക്കന്മാരോട് ജനങ്ങൾ ചോദിക്കുന്നത്. അവിചാരിതമായി ചായ കുടിക്കാനാണ് കൊടുങ്ങല്ലൂരിൽ കാർ നിർത്തിയതെന്നും അപ്പോൾ VT ഇന്ദുചൂടന്റെ പുസ്തകം ഓർമ്മിച്ച് കാവ് കാണാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയതാണെന്നും തൊഴുതില്ലെന്നും ഭക്തനല്ല എന്നുമാണ് പി ജയരാജന്റെ അവകാശവാദം. എങ്കിൽ പിന്നെ അകമ്പടി സേവിക്കാൻ ദേവസ്വവും കാത്തു നിൽക്കാൻ ക്ഷേത്ര ജീവനക്കാരെയും നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയത് എന്തിന്? ക്ഷേത്രം വലം വെച്ച് ജീവനക്കാരെ കൊണ്ട് ആരും അറിയാതെ വഴിപാട് ചെയ്യിപ്പിച്ചതും എന്തിനാണ് ഈ ഒളിച്ചുകളി? കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയങ്ങൾ നിഷിദ്ധമല്ലെന്ന് പള്ളിയിൽ കൊണ്ടുപോയി കുഞ്ഞിനെ മാമോദിസം മുക്കിയ DYFI നേതാവ് ജയിക്കും മുൻ ആലപ്പുഴ MP ആരിഫും കാണിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തലയിൽ മുണ്ടിട്ട് സാക്ഷാൽ പിണറായിയുടെ മകൻ ഗുരുവായൂരിൽ ദർശനവും നടത്തിയതും എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഈ കള്ളക്കളി? മാർക്സിസ്റ്റ് പാർട്ടി പ്ലീനത്തിൽ ഗണപതി ഹോമം വിലക്കിയത് എന്തുകൊണ്ട്? ഗണപതി അടക്കം ഹിന്ദുദൈവങ്ങൾ മിത്താണെന്ന് പ്രഖ്യാപിച്ചത് എന്തിനായിരുന്നു? ഭഗവത്ഗീത ചാതുർവർണ്ണ സൃഷ്ടിക്കുപായ ഗ്രന്ഥം എന്ന് ആക്ഷേപിച്ചത് എന്തുകൊണ്ട്? ഹിന്ദു മതദൈവങ്ങൾ മാത്രമാണോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹറാം? മിസ്റ്റർ ജയരാജ, എല്ലാ കമ്മ്യൂണിസ്റ്റുകളുടെയും അവസാനാശ്രയം ക്ഷേത്രവും ആശ്രമങ്ങളുമാണെന്ന് നക്സൽബാരി മുതൽ സാധാ കമ്മ്യൂണിസ്റ്റുകൾ വരെയുള്ള ചരിത്രം സൂചിപ്പിച്ച് ശ്രീ VT ഇന്ദുചൂടൻ എഴുതിയിട്ടുണ്ട്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. തൃശൂർ കൊച്ചിൻ ദേവസ്വം ബോർഡ് കോളനിയിൽ ശ്രീ ഇന്ദുചൂടൻ താമസിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിന്റെ നിത്യ സന്ദർശകനായിരുന്നു. ദേശാഭിമാനി പത്രാധിപരായിരുന്ന VT ഇന്ദുചൂടൻ വിപ്ലവം തലയ്ക്ക് പിടിച്ച ഹിന്ദുമതത്തിനെതിരെ എഴുതിയതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞതും പഴയ എക്സ്പ്രസ് പത്രത്തിൽ എഴുതിയത് ഞാൻ ഓർക്കുന്നു. കേരളത്തിലെ സോകോൾഡ് ആധുനിക പുരോഗമനവാദികളായ കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദു ദേവീ ദേവന്മാരുടെ പാദങ്ങളിലെത്തുമെന്ന് VT ഇന്ദുചൂടൻ ഉദാഹരണങ്ങളടക്കം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പി ജയരാജൻ VT ഇന്ദുചൂടന്റെ പുസ്തകം വായിച്ചു തുടങ്ങിയത് നന്നായി. എന്തായാലും തണ്ണിമത്തൻ സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റുകളുടേത്. പുറത്തൊന്ന് പറയും, അകത്ത് മറ്റൊന്ന് ചെയ്യും. എന്തായാലും മിസ്റ്റർ ജയരാജ ധൈര്യമായി എല്ലാവരും കാണുക പോയി ക്ഷേത്ര ദർശനം നടത്തൂ. ഞങ്ങൾ സംഘികൾക്ക് സന്തോഷമേ ഉള്ളൂവെന്നാണ് B ഗോപാലകൃഷ്ണൻ കുറിച്ചത്.